നമസ്കാരം. ഞാൻ ദേവദത്ത് നമ്പൂതിരി. എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇടവക്കൂറ്, കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം കാല്. നമ്മൾ ആദ്യം പറയുന്നത് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലത്ത് സമൃദ്ധിയും അംഗീകാരം ലഭിക്കുകയും ചെയ്യും. പിന്നെ കൂടാതെ ശത്രുക്കളെ നേരിടാനുള്ള ധൈര്യം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ജോലിയിൽ സ്ഥാനമാറ്റത്തിന് വളരെയധികം ആർജിച്ചൊരു മാസമാണ് ചിങ്ങമാസം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടൻ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നത് നിങ്ങളുടെ ഭാവിക്കും ജോലിയിലും വളരെയധികം ഗുണം ചെയ്യും. വിവാഹം ഒക്കെ നോക്കുന്നവരാണെങ്കിൽ മുന്നോട്ട് പോകുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നൊരു മാസമാണ് ഈ ചിങ്ങമാസം. പരിഹാരമായി ചെയ്യേണ്ടത് ഈ ചിങ്ങമാസത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം സന്ദർശിക്കുന്നതും സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. പിന്നെ ചൊവ്വാഴ്ച വ്രതമെടുക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് രോഹിണി നക്ഷത്രം. സാമ്പത്തികമായി ഒരു മെച്ചപ്പെട്ട ഒരു മാസമാണ് ഈ ചിങ്ങമാസം. പിന്നെ അനുകൂല കാലഘട്ടമായി വരും. പലതായിട്ട് പണ്ട് മുതലേ ആലോചിച്ചു വെച്ച കാര്യങ്ങൾ നടക്കാനും പ്രണയബന്ധത്തിൽ ഉത്തമ ഫലം ലഭിക്കാനും വളരെയധികം സാധ്യതയുള്ളൊരു മാസമാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, പഴയ ബന്ധങ്ങളിൽ വഴക്കുണ്ടാകാനും തർക്കങ്ങളിൽ വരാനും വളരെയധികം സാധ്യതകൾ കാണുകയും അതിനാൽ പഴയ ബന്ധങ്ങളിൽ ഇച്ചിരി അകൽച്ച പാലിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. പിന്നെ തൊഴിലിലും സ്ഥാന ഇറക്കത്തിന് വളരെയധികം യോഗം, ജോലി നഷ്ടപ്പെടാനും ഉള്ളൊരു സാധ്യതകൾ നമ്മളിതിലൂടെ കാണുന്നു. ഇതിനാൽ നമുക്ക് ദോഷപരിഹാരമായിട്ട് വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. പിന്നെ വൃദ്ധന്മാരെ സഹായിക്കുക, അതിലൂടെ സുഖഫലങ്ങൾ കൈവരിക്കാൻ വളരെയധികം സാധ്യതയാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മകയിരം നക്ഷത്രമാണ്. ഇടവം രാശിയിലെ ചിങ്ങമാസത്തെ ഫലമാണ് നമ്മളിവിടെ പറയുന്നത്. ഇതിൽ മകയിരം നക്ഷത്രത്തിന് ആത്മവിശ്വാസം വർദ്ധിക്കുകയും അതിലൂടെ പുതിയ സംരംഭങ്ങൾ തുടക്കം കുറിക്കാൻ നല്ലൊരു മാസമാണ് ഈ ചിങ്ങമാസം. അതിനാൽ നിങ്ങൾ 100% തീർച്ചയായും മുന്നോട്ട് തന്നെ പോവുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, യാത്രയിൽ കാലതാമസം വരികയും വിദേശ യാത്രകൾക്ക് പോകുന്നതിൽ ചെറിയ മാറ്റം വരാൻ വളരെയധികം സാധ്യത കാണുന്നു. പിന്നെ പരിഹാരമായി നമുക്ക് ബുധനാഴ്ച വിശേഷ പൂജകൾ ചെയ്യുന്നതും ഗണപതി ഹോമം ചെയ്യുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. പൊതുവായി ഈ ഇടവം രാശിയിൽ കാർത്തിക, രോഹിണി, മകര നക്ഷത്രക്കാർക്ക് നല്ല മുന്നേറ്റത്തിന് ഒരു സാധ്യതയുള്ളൊരു മാസമാണ് പൊതുവായി ഈ ചിങ്ങമാസം. കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.